നടക്കാനിരിക്കുന്ന ദേശീയ സെൻസസിനെ ആസ്പദമാക്കി ജനസംഖ്യ ആനുപാതികമായി ഇന്ത്യയിലെ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം എന്ന ഡീലിമിറ്റേഷൻ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച ചുവടുവയ്പ് ദക്ഷിണേന്ത്യയിൽ അതിയായ ആശങ്കയും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആകെ 888 ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ച പുതിയ പാർലമെന്റ് മന്ദിരം തുറന്നതു മുതൽ രാജ്യഭരണ സംവിധാനം മാറ്റുന്നതിൽ ഭരണകക്ഷിയുടെ ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ 2026 സെൻസസിനെ ആസ്പദമാക്കി ജനസംഖ്യ മാത്രം അടിസ്ഥാനമാക്കി ഓരോ മണ്ഡലവും പുനർനിർണയിക്കാൻ പോകുന്നു എന്ന സൂചനയോടെ കേന്ദ്രം നടത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഭരണകർത്താക്കളിലും രാഷ്ട്രീയ കക്ഷികളിലും പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ 543 സീറ്റുള്ള ലോക്സഭയിൽ കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലായി 129 സീറ്റാണുള്ളത്. ജനസംഖ്യ മാത്രം നോക്കി പുനർനിർണയിച്ചാൽ സീറ്റ് 103 താഴും. അതായത് 26 സീറ്റ് ദക്ഷിണേന്ത്യക്ക് നഷ്ടം. അതോടെ ലോക്സഭയിൽ ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം കുറയുകയും രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാവുകയും ചെയ്യുമെന്ന ആശങ്കയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫോറമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിൽ സീറ്റ് കുറയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പക്ഷേ ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടില്ലെന്ന് പറയുന്നുമില്ല. ഇവിടെയാണ് ഗൂഢാലോചനയുടെ മുന ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിരീക്ഷകർ കണക്ക് വരുത്തി ചൂണ്ടിക്കാട്ടുന്നു. കുടുംബാസൂത്രണം ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യയിൽ ജനസംഖ്യ കുറയുകയും അത് ഫലപ്രദമാകാത്ത ഉത്തരേന്ത്യയിൽ ജനപ്പെരുപ്പമുണ്ടായി കൂടുതൽ മണ്ഡലങ്ങൾക്ക് വഴിയൊരുക്കിയെന്നതുമാണ് ഞെട്ടിക്കുന്ന സത്യം. അതിനാലാണ് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയതിനുള്ള ശിക്ഷയായി ഡീലിമിറ്റേഷനെ കണ്ട് ദക്ഷിണേന്ത്യ എതിർക്കുന്നത്. ലോക്സഭയിലെ ആകെ സീറ്റ് 543 നിലനിർത്തിക്കൊണ്ട് ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാൽ ദക്ഷിണേന്ത്യയിൽ 26 സീറ്റ് കുറയുമ്പോൾ UPയിൽ മാത്രം 11 സീറ്റ് കൂടി ആകെ 91 മണ്ഡലങ്ങളാകും. ബീഹാറിന് 10 സീറ്റ് കൂടി 50 ആകും. രാജസ്ഥാന് 6 സീറ്റ് കൂടി 31 MPമാരാകുമ്പോൾ മധ്യപ്രദേശിൽ 4 മണ്ഡലങ്ങൾ കൂടി കൈവന്ന് 33 സീറ്റാകും. ഇനി ലോക്സഭാ സീറ്റ് 848 ഉയർത്തി ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാൽ ദക്ഷിണേന്ത്യയിൽ സീറ്റ് കൂടുമെങ്കിലും ഉത്തരേന്ത്യയിലെ സീറ്റ് നില അമ്പരപ്പിക്കും വിധം ഉയരും. 848 സീറ്റ് അടിസ്ഥാനമാക്കിയാൽ UPയിൽ ആകെ സീറ്റ് 143 കുതിക്കും. 63 അധിക സീറ്റാണ് മണ്ഡല പുനർനിർണയത്തിലൂടെ ഇങ്ങനെ UPക്ക് കൈവരിക. ബീഹാറിൽ 39 സീറ്റ് കൂടി ആകെ 79 മണ്ഡലമാകും. രാജസ്ഥാനിൽ ഇരട്ടിയായി 50 MPമാരുണ്ടാകും. മധ്യപ്രദേശിൽ 23 സീറ്റ് കൂടി കൈവന്ന് ആകെ മണ്ഡലങ്ങൾ 52 ആകും. ചുരുക്കത്തിൽ പാർലമെന്റിലെ ആകെ സീറ്റിന്റെ 2/3 ഉത്തരേന്ത്യയുടെ കൈപ്പിടിയിലാകും. 543 സീറ്റ് നിലനിർത്തി മണ്ഡല പുനർനിർണയം നടത്തിയാൽ കേരളത്തിന് 8 സീറ്റ് ഒറ്റയടിക്ക് നഷ്ടമാകും. ഇനി 848 അടിസ്ഥാനമാക്കിയാൽ 20 സീറ്റ് നിലനിൽക്കുമെന്നല്ലാതെ കൂടില്ല. കാരണം ജനസംഖ്യാ വർധന നിരക്കിൽ രാജ്യത്തെ ഏറ്റവും പിന്നിലാണ് കേരളം. നിലവിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള രാജ്യത്തെ 100 മണ്ഡലങ്ങളിൽ 15 കേരളത്തിൽ നിന്നാണ്. 543 സീറ്റ് ക്രമത്തിൽ ഡീലിമിറ്റേഷനിലേക്ക് പോയാൽ തമിഴ്നാടിന് 8 സീറ്റ് കുറഞ്ഞ് 39 നിന്ന് 31 ആകും. ആന്ധ്രയും തെലങ്കാനയും ചേർന്ന് കൈവശം വെച്ചിട്ടുള്ള 42 സീറ്റിലും 8 കുറയും. കർണാടകയിലാകട്ടെ 2 സീറ്റ് കുറഞ്ഞ് 26 ആകും. 848 അടിസ്ഥാനമെങ്കിൽ കർണാടകയിൽ 13 സീറ്റ് കൂടി ആകെ മണ്ഡലങ്ങൾ 41 ആകും. തമിഴ്നാടിന് 10 സീറ്റ് കൂടി 49 കൈവരും. 12 സീറ്റ് കൂടുന്ന ആന്ധ്ര, തെലങ്കാനയ്ക്ക് ആകെ സീറ്റ് 84 ആയിരിക്കും. 2 രീതിയിലായാലും ഡീലിമിറ്റേഷൻ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ വിടവ് വളരെ വലുതാക്കും. ഈ പശ്ചാത്തലത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പ്രഖ്യാപനം ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ സൂചന പോലെ തോന്നുന്നത്. ഇന്ത്യയുടെ GDPയുടെ 30% സംഭാവന നൽകുന്ന തെക്കേ ഇന്ത്യക്ക് അർഹമായ സാമ്പത്തിക വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. അതിന് പിന്നാലെയാണ് രാഷ്ട്രീയ അവഗണന കൂടി ഇത്തരത്തിൽ ഉയരുന്നത്. അതേസമയം ഓരോ 10 വർഷം കൂടുന്തോറുമുള്ള ദേശീയ സെൻസസ് ആധാരമാക്കി ജനസംഖ്യ ആനുപാതികമായി ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കണമെന്നത് ഭരണഘടന അനുശാസിക്കുന്നതും നിർബന്ധമായി നടപ്പാക്കേണ്ടതുമാണ്. ഇതിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ചെയർമാനും ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും
എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരും അംഗങ്ങളുമായതാണ് കമ്മീഷൻ. 1951 സെൻസസ് പ്രകാരം 52 രാജ്യത്തെ ആദ്യത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷൻ ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ ആകെ എണ്ണം 494 നിശ്ചയിച്ചു. 1963 രണ്ടാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ 1961 സെൻസസ് ആധാരമാക്കി സീറ്റുകളുടെ എണ്ണം 522 ഉയർത്തി. 1973 മൂന്നാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സീറ്റെണ്ണം 543 ഉയർത്തുമ്പോൾ ജനസംഖ്യ 554.8 കോടിയായിരുന്നു. അതിനുശേഷം 50 വർഷത്തിലേറെ പിന്നിടുമ്പോൾ ജനസംഖ്യ 146 കോടിയിലെത്തിയെങ്കിലും സീറ്റെണ്ണത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. അതിനു കാരണമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കേന്ദ്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോക്സഭ അസംബ്ലി മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ 2021 സെൻസസ് വരെ മരവിപ്പിക്കുകയുണ്ടായി. കുടുംബാസൂത്രണത്തിൽ ദക്ഷിണേന്ത്യയ്ക്ക് ഒപ്പം ഉത്തരേന്ത്യ എത്തിയില്ല എന്ന വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് അവസരം കൈവരട്ടെ എന്ന നിലപാടിലായിരുന്നു ഈ നീക്കം. ഡീലിമിറ്റേഷൻ മരവിപ്പിച്ചതോടെ 1981, 1991 സെൻസസ് കാലത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചില്ല. 2001 സെൻസസ് പ്രകാരം ജനസംഖ്യ 100 കോടിയായപ്പോൾ വീണ്ടും ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായി. എന്നാൽ ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം കുറയുമെന്ന ആശങ്ക ഉയർന്നതോടെ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരണം 2026 വരെ മരവിപ്പിച്ച് വീണ്ടും ഭരണഘടന ഭേദഗതി ചെയ്തു. അതേസമയം 2002 ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചെങ്കിലും മണ്ഡലത്തിന്റെ അതിര് ഡീലിമിറ്റേഷൻ 2056 വരെ മരവിപ്പിക്കണമെന്നും UP, ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കണമെന്നുമാണ് ദക്ഷിണേന്ത്യയുടെ ആവശ്യമായി ഉയരുന്നത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത് തങ്ങളെ രാഷ്ട്രീയമായി നിശബ്ദരാക്കാനാണെന്ന് ഉള്ള ആശങ്ക ദക്ഷിണേന്ത്യ നേരിടാനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഫോറം രൂപീകരിച്ച് ലക്ഷ്യമിടുന്നത്. നിലവിൽ രാജ്യത്തെ 543 സീറ്റുകളിൽ 530 സംസ്ഥാനങ്ങളിൽ നിന്നും 13 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ്. രാജ്യത്തെ അവസാന സെൻസസ് നടന്നത് 2011 2021 നടക്കേണ്ടിയിരുന്നതും കോവിഡ് മൂലം മാറ്റിവെച്ചതുമായ സെൻസസാണ് 2026 നടക്കാനിരിക്കുന്നത്. ഇതിനെ ആസ്പദമാക്കി 2028 മണ്ഡല പുനർനിർണയം നടപ്പാക്കി അതിനടുത്ത വർഷം രാജ്യമൊട്ടാകെ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ 2026 കേരളം അടക്കമുള്ള നിയമസഭകൾക്ക് 3 വർഷത്തെ ആയുസ്സേ കാണുമെന്ന് എന്നത് മറ്റൊരു കാര്യം.